ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒബർജീനോ ഫ്രൈ ആണ്. അപ്പോൾ നമ്മളിവിടെ ഒബർജീനോ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. ഒരുപാട് തിക്കായിട്ട് കട്ട് ചെയ്ത് കേട്ടോ, ഒരു അത്യാവശ്യം വീതിയിൽ. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സോൾട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതേ സമയത്ത് നമുക്ക് ഇത് എന്താ പറയുക, ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പേസ്റ്റ് കൂടി തയ്യാറാക്കണം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മൈദയാണ്. അപ്പോൾ എത്ര അളവെന്നൊന്നും ഞാൻ പറയണില്ല, നമ്മൾ എന്തോരമാണ് എടുത്തിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടുന്ന അത്ര എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, അതുപോലെ മുളക് പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, പഞ്ചസാര, ഇത്രയെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ പേരിന് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതേസമയം നമ്മൾ എണ്ണ ചൂടാകാൻ വയ്ക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ ഈ ഒബർജീനോ, അതായത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ബാറ്ററിൽ മുക്കിയതിന് ശേഷം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റായിട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് തയ്യാറാക്കാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ദേ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നല്ല ബ്രൗൺ കളർ ആവുന്നോടം വരെ നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണമേ കൊള്ളാവോ ഇല്ലയോ എന്ന്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.